പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നില്ല എൽ ഡി എഫിനുണ്ടായിരുന്നത്. എൽ ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പയറ്റുന്നത് കമ്മ്യൂണൽ സ്ട്രാറ്റജിയാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സംഭവം കോൺഗ്രസ്സുകാർക്ക് അറിയോ അങ്ങനെ സംഗതിയുള്ളത്? ഈ കോൺഗ്രസ്സുകാർ സാധാരണ അതിൽ മൈൻഡ് ചെയ്യാത്ത, അധികം ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണത്. എന്നു ചിലപ്പോൾ ഈ കോളേജ് തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പോളിടെക്നിക് ITI യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലായിടത്തും SFI ജയിക്കുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ KSPക്കാർക്ക് അറിയ പോലും ഉണ്ടാവില്ല. പോളിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതേമാതിരി കിടക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ അടരുകളും നമ്മളീ പറയുന്ന 3 ടയർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അത് മാറ്റി നിർത്തി മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, എക്രോസ് സ്പെക്ട്രം എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു രാഷ്ട്രീയമായ ഒരു വലിയൊരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. സാധാരണ ലോക്കൽ ബോഡി ഇലക്ഷൻ അങ്ങനെ സംഭവിക്കില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങനെ സംഭവിക്കുന്ന അപൂർവമായ സന്ദർഭങ്ങളുണ്ടെന്ന് വെച്ചാൽ മുമ്പ് ആദ്യമായിട്ടും അവസാനമായിട്ടും മറ്റേ ജില്ലാ പഞ്ചായത്ത് കൗൺസിലുകൾ ഉണ്ടായിരുന്ന സമയത്ത് EMS ജില്ലാ കൗൺസിൽ നമ്മുടെ ഇറാഖ് വാർ നടക്കുന്നു, ഞങ്ങൾ സദാം ഹുസൈൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ എന്ന് അന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് CPMന് വലിയ ഈ നിലക്കുള്ളൊരു സംഗതി ഉണ്ടായിട്ടും അതിഭയങ്കരമായിട്ടുള്ളൊരു മുന്നേറ്റം. ഏതാണ്ട് സമാനമായ രീതിയിൽ UDFൻ്റെ ചരിത്രത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ CPMൻ്റെ രാഷ്ട്രീയമായ നയങ്ങളോടുള്ള വിയോജിപ്പാണ്. അതിൽ ഒരു പെർട്ടിക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പിനോടുള്ള ഇതാണോ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. നമ്മുടെ ഹൈവേകളിൽ വികസനം നടക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതിയാണെങ്കിലും അതിന് വഴിയൊരുക്കിയത് പിണറായി വിജയനാണ് എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ഹൈവേകളുടെ വികസനം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് പ്രഖ്യാപിച്ചുള്ള ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, അതൊരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഇലക്ഷനിൽ പാർട്ടിയെ, മുന്നണിയെ സേവ് ചെയ്യാൻ ഒരു ഭരണാധികാരിക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് LDFൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ്. അപ്പോൾ അതിൽ നിഷാദ് ചോദിക്കുമ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നില്ല LDFനുണ്ടായിരുന്നത്. LDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പയറ്റുന്നത് കമ്മ്യൂണൽ സ്ട്രാറ്റജിയാണ്. ഈ കമ്മ്യൂണൽ സ്ട്രാറ്റജി നടക്കില്ല കേട്ടോ. അത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ CPM അത് കൊണ്ടു നടക്കാൻ പറ്റില്ല.